നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണയ്ക്ക് ആശ്വാസം അകലുന്നു. ഇഡി അന്വേഷണം തടയണമെന്ന CMRLന്റെ ഹർജിയിൽ സ്റ്റേ ആവശ്യം ഹൈക്കോടതി തള്ളി. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള CMRLന്റെ ആവശ്യമാണ് കോടതി തള്ളിയത്. ഇതോടെ കേസിലെ ഇഡി അന്വേഷണത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അപ്പീൽ ഹർജിയിൽ വേഗത്തിൽ വാദം കേട്ട് അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ചെയ്യാത്ത സേവനത്തിന് വീണയുടെ കമ്പനിയായ എക്സാലോജിക് 3 കോടിയോളം കൈപ്പറ്റിയെന്നാണ് ഇഡി കോടതിയിൽ പറഞ്ഞത്. ഇതിന് തെളിവുമുണ്ട്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തും കണ്ണൂരും മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുമുള്ള വീടുകളിൽ ഇഡി കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കാമെന്നും ഇഡി നിലപാടെടുത്തു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ FIR നിലവിലില്ലാത്തതിനാൽ ഇഡി അന്വേഷണം നിയമവിരുദ്ധമാണെന്നും കേസ് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നുമാണ് CMRL കോടതിയിൽ വാദിച്ചത്. എന്തായാലും കേസിൽ സ്റ്റേ അനുവദിക്കാത്തതിനാൽ ഇഡി അന്വേഷണത്തിലുള്ള തടസ്സം നീങ്ങിയിട്ടുണ്ട്. അന്വേഷണം ഇഡി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വിശദമായി പരിശോധിക്കാനും CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെയും മാനേജ്മെന്റിനെയും ചോദ്യം ചെയ്യാനുമാണ് ഇഡി നീക്കം നടത്തുന്നത്. വീണയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കാനും നീക്കമുണ്ട്. ഇതെല്ലാം തൽക്കാലം തടയാൻ CMRLനോ CPMനോ കഴിയുകയുമില്ല. കേസ് ശക്തമായാൽ വീണയ്ക്കത് കുരുക്കാകും. ഭരണത്തിൽ നിന്ന് പുറത്തായാൽ ഇടപെടാൻ പാർട്ടിക്ക് കഴിയുകയുമില്ല. പിണറായിയുടെ മകളെ രക്ഷിക്കാൻ എന്തിന് CPM തെരുവിൽ ഇറങ്ങുന്നതെന്ന ചോദ്യം പാർട്ടിയിൽ ശക്തവുമാണ്. കേസിൽ പിണറായിയെ ഇഡി ചോദ്യം ചെയ്തില്ലെന്നും ഇത് ഇഡി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും CPM നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഇഡി റെയ്ഡിനെതിരെ CPM നടത്തിയ ആക്രമണത്തിൽ 300 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 25ലധികം പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടുതൽ കേസിൽ ഇടപെടുന്നതിൽ നിന്നും CPMന് തടസ്സവുമാവുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതി വിധിയാണ് മാസപ്പടി കേസിൽ നിർണായകമാകാൻ പോകുന്നത്.